പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. സ്നേഹമുള്ളവരെ, 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല. എന്നാൽ അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അതിനാൽ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. തൽക്ഷണം അവൾ രോഗവിമുക്തിയായി. ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അശുദ്ധിയുടെ പര്യായമായിട്ടാണ് രക്തസ്രാവ സ്ത്രീകളെ കണക്കാക്കിയിരുന്നത്. ഒരു കുഷ്ഠരോഗിയെ എത്രമാത്രം നിന്ദ്യമായി കണക്കാക്കപ്പെട്ടിരുന്നോ അതുപോലെയാണ് രക്തസ്രാവക്കാരി സ്ത്രീയെയും പരിഗണിച്ചിരുന്നത്. നിയമം ലംഘിച്ച് അശുദ്ധിയായ ആ സ്ത്രീ പുരുഷാരത്തിന്റെ ഇടയിലൂടെ കടന്നു ചെന്ന് കർത്താവായ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു. തന്നെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊന്നാലും സാരമില്ല, എന്റെ കർത്താവിനെ എനിക്കൊന്ന് തൊടണം. സ്നേഹമുള്ളവരെ, അവളുടെ ഉള്ളിലെ ദാഹം കാരണം എതിർപ്പുകളെ നേരിടുവാനുള്ള മനക്കരുത്തോടെ അവൾ നടന്നു. തന്റെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസാധിക്യത്താൽ അവൾ തൊടുകയും തൽക്ഷണം സൗഖ്യമുള്ളവളായി മാറുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത അഭിലാഷങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവിടുന്ന് സകലത്തിനും മതിയായവനാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുകയും ദാഹിക്കുകയും ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലൂടെ കർത്താവ് നമ്മെ നോക്കി ഇങ്ങനെ പറയുന്നു: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഇതാണ്: എനിക്ക് എൻ്റെ ദൈവത്തെ സ്പർശിക്കണം. എതിർപ്പുകൾ ഉണ്ടായേക്കാം, നമ്മുടെ പരിചയക്കാരോ ബന്ധുക്കളോ കളിയാക്കിയേക്കാം. എന്നാൽ പതറാതെ പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ ആ സ്ത്രീയുടെ ദാഹത്തെ, അവളുടെ ആവശ്യത്തെ അറിഞ്ഞ് നമ്മുടെ ദൈവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. ഇവിടെ വചനത്തിൽ ലൂക്ക 8:47 കാണാം: മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിന് സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനതകളുടെ മുമ്പാകെ പ്രസ്താവിച്ചു. സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹം നേടിയ നാം ഒരിക്കലും അത് മൂടിവെക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും അവിടുത്തെ നാം സ്തുതിക്കുകയും അവിടുത്തെ ഉയർത്തുവാനുള്ള ഓരോ സാക്ഷികളായി നാം മാറുകയും വേണം. നമ്മുടെ അധരങ്ങൾ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ അത്രത്തോളം യേശു എന്ന ആ വലിയ നാമത്തെ നാം ഉയർത്തുമ്പോൾ ദൈവകൃപ നമ്മിൽ ഉണ്ടാവുകയും നാം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ കർത്താവ് പറയുന്നു: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഇന്ന് ദൈവം നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും തരാനുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം വിശ്വാസത്തോടെ യേശു നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഇന്ന് എൻ്റെ രോഗത്തെ യേശു സൗഖ്യപ്പെടുത്തി, എന്റെ യേശു എന്റെ പ്രശ്നത്തെ പരിഹരിച്ചു എന്ന് നാം വിശ്വാസത്തോടെ ഏറ്റു പറയുമ്പോൾ അവിടുന്ന് നമ്മോടും പറയും: എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഇന്ന് നസ്രാനായ യേശു എന്ന നാമത്തെ ആരൊക്കെ പാടി മഹത്വപ്പെടുത്തുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ആനന്ദം കടന്നു വരും. ഇന്ന് നമ്മുടെ കഷ്ടതകൾ അവിടെ നിന്ന് എടുത്തു മാറ്റും. നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു പറയാം: എൻ്റെ കർത്താവായ യേശു എന്നെ സഹായിക്കുന്നു, അവിടെ നിന്ന് നല്ലവനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. കഷ്ടതയെല്ലാം നീക്കി നിത്യതയേകുന്നവനാം യേശു നല്ലവനാകുന്നു. യേശു നല്ലവനാകുന്നു. യേശു നല്ലവനാകുന്നു. ഹല്ലേലൂയ. നസ്രായന്റെ നാമം ആമേൻ. ഉന്നതമാകും നാമം. അത് പാടി വണങ്ങുമ്പോൾ എന്താനന്ദം. ഹല്ലേലൂയ. കഷ്ടതയെല്ലാം നീക്കി നിത്യതയെ
എന്റെ യേശു നല്ലവനാകുന്നു. യേശു നല്ലവനാകുന്നു. ആമേൻ. എന്റെ യേശു നല്ലവനാകുന്നു. ആമേൻ. ഇന്ന് നമ്മുടെ ആത്മാവ് യേശുവിനെ ശ്രവിക്കാതിരിക്കാൻ തക്കവിധം ബധിരത ബാധിച്ചിട്ടുണ്ടെങ്കിൽ യേശുവാകുന്ന വചനം നമ്മുടെ ബധിരതയെ എടുത്തു മാറ്റുകയും നമ്മുടെ ഉൾക്കണ്ണിന്റെ അന്ധത നീക്കി കളയുകയും ചെയ്യും. യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതഗതി തന്നെ മാറ്റപ്പെടുന്നു. അതിനാൽ യേശു എന്ന നാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പറയാം, എൻ്റെ യേശു എത്ര നല്ലവനാണ്. എൻ്റെ യേശു എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വർഷിക്കുന്നു. ആത്മാവിന്റെ ബധിരതയെ മാറ്റാനാ, ഹല്ലേലൂയ. ഉൾക്കണ്ണിന്റെ അന്ധതയെ നീക്കാനാ, യേശു എന്ന നാമം. ആത്മാവിന്റെ ബധിരതയെ മാറ്റാനാ, ഹല്ലേലൂയ. ഉൾക്കണ്ണിന്റെ അന്ധതയെ നീക്കാൻ യേശു എഴുന്നള്ളുന്നു. യേശു എഴുന്നള്ളുന്നു. ആമേൻ. വചനത്തെ അരുളുന്നു. ഹല്ലേലൂയ. ജീവനിൽ ഉണർവേകുന്നു. ആമേൻ. ജീവിതഗതി മാറ്റും. യേശു എന്ന നാമം. യേശു രക്ഷകനാകുന്നു. എൻ്റെ യേശു രക്ഷകനാകുന്നു. യേശു രക്ഷകനാകുന്നു. ഹല്ലേലൂയ. നസ്രായന്റെ നാമം ആമേൻ. ഉന്നതമാകും നാമം. ഹല്ലേലൂയ. നസ്രായന്റെ നാമം ഹല്ലേലൂയ. ഉന്നതമാകും നാമം. അത് പാടി വണങ്ങുമ്പോൾ എന്താനന്ദം. കഷ്ടതയെല്ലാം നീക്കി നിത്യതയേകുന്നവനാ എന്നേശു ഓ എൻ്റെ നല്ലവനാകുന്നു. യേശുവേ അങ്ങ് നല്ലവനാകുന്നു. എന്നേശു നല്ലവനാകുന്നു. നമ്മുടെ ഹൃദയം ദുഃഖത്താലും നിരാശയാലും അലകടൽ പോലെ ഇളകി മറിയുന്നുവെങ്കിൽ സ്നേഹമുള്ളവരെ, അവിടെ നിന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി പകരും. നമ്മുടെ ഉള്ളങ്ങളെ ഒരുക്കി വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു പറയാം, എൻ്റെ യേശു എൻ്റെ പാലകനാകുന്നു. എൻ്റെ സർവവും അവിടെ നിന്ന് തന്നെ. അതിനാൽ ഞാൻ ഏറ്റു പറയുന്നു, യേശു എന്ന നാമം ഏറ്റവും ഉന്നതമായ നാമമാണ്. ആ നാമം എൻ്റെ രക്ഷാനാമമാണ്. നമുക്ക് പാടാം. ഹൃദയം മലകടലിൽ യേശു വരും. ഹല്ലേലൂയ. ദുഃഖത്തിന്റെ തിരവരുകിൽ ശാന്തി തരും. തീർച്ചയായും. ഹല്ലേലൂയ. ഹൃദയം പേറും മലകടലിൽ യേശു വരും. ഹല്ലേലൂയ. ദുഃഖത്തിന്റെ തിരവരുകിൽ ശാന്തി തരും. അതുകൊണ്ട് നമുക്കിനി ഉള്ളത്തെ ഒരുക്കാം. യേശുവിരിക്കും പടകാൽ നാമിനി ഉള്ളമൊരുക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ നിറവാൽ അക്കരെ എത്തിച്ചേരാം. ഓ യേശുവേ അങ്ങ് പാലകനാകുന്നു. എന്നേശു പാലകനാകുന്നു. ഹല്ലേലൂയ. നസ്രായന്റെ നാമം ആമേൻ. ഉന്നതമാകും നാമം. ഹല്ലേലൂയ. നസ്രായന്റെ നാമം ഉന്നതമാകും നാമം. അത് പാടി വണങ്ങുമ്പോൾ എന്താനന്ദം. കഷ്ടതയെല്ലാം നീക്കി ഹല്ലേലൂയ. നിത്യതയേകുന്നവനാ ആമേൻ. എന്നേശു നല്ലവനാകും. ഓ എൻ്റെ യേശുവേ അങ്ങ് നല്ലവനാണ്. എന്നേശു നല്ലവനാകും. എൻ്റെ യേശു നല്ലവനാകുന്നു. എന്നേശു നല്ലവനാകുന്നു. ഇന്ന് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവിധം നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.